യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ലെഫ്റ്റായി. സസ്പെൻഷൻ അറിയിപ്പിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി PR പ്രവീണ ചേരുന്നു. പ്രവീണ, ഇപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുമെന്ന് അടക്കമുള്ള വാർത്തകൾ വരുന്നു. പിന്നാലെ അദ്ദേഹം ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് ആയിരിക്കുകയാണല്ലേ? ജില്ലാ കമ്മിറ്റികളുടെ ഗ്രൂപ്പിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലെഫ്റ്റ് ആയിരിക്കുന്നത്. മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റികളുടെ ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം ലെഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇനി സസ്പെൻഷന്റെ ഔദ്യോഗിക ഉത്തരവ് നാളെ KPCCയുടെ നിർദ്ദേശം നാളെ തന്നെ ഇറങ്ങുമെന്നാണ് അറിയുന്നത്. രാവിലെയോടുകൂടി തന്നെ അത് ഉണ്ടാകും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പാർട്ടി അംഗമല്ലാത്ത ഒരാളിനെ പാർട്ടി ഗ്രൂപ്പുകളിൽ നിലനിർത്തുന്നത് എന്തെന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. അപ്പോൾ ആ ഒരു ചോദ്യം ഉയരുന്നതിന് മുൻപ് തന്നെ രാഹുൽ സ്വയം ലെഫ്റ്റ് അടിക്കുകയായിരുന്നു. ഔദ്യോഗിക ഗ്രൂപ്പുകൾ, അതായത് ജില്ലാ കമ്മിറ്റികൾക്ക് എല്ലാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകൾക്കും ജില്ലാ കമ്മിറ്റികളിലും രാഹുൽ മെമ്പറാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാണ്. അതിൽ നിന്നെല്ലാം രാഹുൽ ലെഫ്റ്റ് അടിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ലെഫ്റ്റായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിവരങ്ങളുമായി PR പ്രവീണ ചേർന്നു. പ്രവീണ, എപ്പോഴാണ് ലെഫ്റ്റായി എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ പുറത്തോട്ട് വരുന്നത്? കുറച്ചു സമയം മുൻപാണ് അദ്ദേഹം 14 ജില്ലാ കമ്മിറ്റികളുടെയും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി തുടങ്ങിയത്. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി തുടങ്ങുകയാണ്. ഈ വാർത്ത വന്നതിന് പിന്നാലെ, കാരണം പാർട്ടി അംഗമല്ലാതിരിക്കുന്ന താൻ ഒരു ഔദ്യോഗിക ഗ്രൂപ്പിലും അംഗമായിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് വരുന്നതിന് മുൻപ്, ഗ്രൂപ്പുകളിൽ ചോദ്യം ഉയരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഗ്രൂപ്പുകളിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ തന്നെ ഈ സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയേക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷമുള്ള നടപടികളല്ല, അതിനു മുൻപ് തന്നെ ഔദ്യോഗികമായ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഇറങ്ങുകയാണ്. നേരത്തെ രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ തോതിലുള്ള പോരുവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കി സ്ഥാനം മോഹിച്ച് ഇതൊക്കെ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗവും, അതിനെ എതിർത്തുകൊണ്ട് മറുവിഭാഗവും രംഗത്തെത്തിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു മെസ്സേജ് യുദ്ധം തന്നെയായിരുന്നു ആ ഗ്രൂപ്പിൽ നടന്നത്. ഏതാണ്ട് ഒരു 20 മെസ്സേജുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുമുള്ള സമയമുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ദേശീയ നേതൃത്വം ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പുകളിലെല്ലാം അദ്ദേഹം അതിനുശേഷവും തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പാർട്ടിയിൽ നിന്നുകൂടി പുറത്താക്കുകയാണെന്ന് വരുമ്പോൾ പാർട്ടിയിൽ ആരുമല്ലാതെ ഇരിക്കുന്ന ഒരാൾ പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ തുടരുന്നത് ശരിയല്ല എന്ന് സ്വയം തോന്നിയിട്ടാകണം അദ്ദേഹം എന്തായാലും എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഇറങ്ങുകയാണ്. പ്രവീണ, രാഹുലിന് രാജിവെക്കില്ല എന്നുള്ള വാർത്തയ്ക്ക് ശേഷം ഗ്രൂപ്പുകളിൽ തർക്കമുണ്ടായ അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഇല്ല, കാരണം എല്ലാ ഗ്രൂപ്പുകളിലും നിലവിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു ഗ്രൂപ്പുകളിലും പരസ്യ ചർച്ച വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളും ഏതെങ്കിലും ഗ്രൂപ്പിൽ നടന്നതായിട്ട് അറിയില്ല. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും മെസ്സേജ് ഇട്ടാൽ ആ വാട്സാപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ആരും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ അത് ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം പല ജില്ലാ കമ്മിറ്റികളും രാഹുലിനൊപ്പം നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സ്വാഭാവികമായും ഇതിനെ എതിർത്തും അനുകൂലിച്ചും ഒക്കെ നടപടികൾ ഉണ്ടാകാം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുലിനൊപ്പം നിൽക്കുന്നവർ പ്രതികരിക്കുന്നത് പോലെ അതിവൈകാരികമായുള്ള പ്രതികരണം ഗ്രൂപ്പുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. പക്ഷേ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കാനുള്ള നിർദ്ദേശവും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി സന്ദേശങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷന്മാരോടാണ് നിർദ്ദേശം നൽകിയത്. അവർ അതുകൊണ്ട് തന്നെ ജാഗ്രതയിലുമാണ്. എന്തായാലും നിലവിൽ രാഹുൽ പല ജില്ലാ കമ്മിറ്റിയുടെയും ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെ രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയാൽ മാത്രം പോരാ, രാജി കൂടെ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഇനി? അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ എന്നുള്ള നടപടിയിലേക്കാണ് പാർട്ടി എത്തുന്നത്. പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കുക മാത്രമേ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഇനി യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന പോര് അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള പോരാണ്. അത് ഈ നിലവിൽ നമ്മൾ ഈ കണ്ട പ്രശ്നങ്ങളെക്കാൾ വലിയ ഗുരുതരമായി പോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഓരോരുത്തരുടെ പേര് പറയുന്നുമുണ്ട്. അപ്പോൾ നോമിനേറ്റ് ചെയ്ത അംഗം വരുമോ, അതോ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ചു വന്ന ഇപ്പോൾ ഉപാധ്യക്ഷന്മാരായിരിക്കുന്നവർ വരുമോ, അപ്പോൾ ആരുടെയൊക്കെ ചോയ്സിനാകും മുൻഗണന കിട്ടുക തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള വടംവലികൾ, അതിനുവേണ്ടിയുള്ള ഗ്രൂപ്പ് കളം തിരിഞ്ഞുള്ള പരസ്പര ആക്രമണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലുണ്ടായ
പോര്. അപ്പോൾ എന്തായാലും അത് അഡ്മിൻ ഓൺലി ആക്കിയതോടുകൂടി ആ ഗ്രൂപ്പിലെ പോര് താൽക്കാലികമായി അവസാനിച്ചെങ്കിലും പ്രവർത്തകർ പല വഴിക്ക് തിരിഞ്ഞ് ഇതിനെതിരെയൊക്കെ നിലപാട് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പരിഗണിക്കുന്ന 4 പേരിൽ ഈ 3 പേർ നോമിനേറ്റഡായി വരുന്ന അംഗങ്ങളാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഉപാധ്യക്ഷനായുള്ള രാഹുൽ കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കി, അത് കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കുന്നത് ബിനു ചുള്ളിയിലാണ്. ബിനു ചുള്ളിയിലിന്റെ പ്രശ്നം, ബിനു ചുള്ളിയിലിന് പ്രായപരിധി കഴിഞ്ഞു എന്നുള്ള ആരോപണമാണ് മറുവിഭാഗം ഉയർത്തുന്നത്. അതുപോലെ തന്നെ KM അഭിജിത്ത് പക്ഷേ മത്സരത്തിന്റെ ഭാഗമായിരുന്നില്ല, അപ്പോൾ നോമിനേറ്റ് ചെയ്ത് വരേണ്ടി വരും. അതുപോലെ A ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് JS അഖിലിന്റെ പേരും ഉയരുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഉള്ള പ്രശ്നം പുറത്തു നിന്നുള്ള ഒരാളെ അധ്യക്ഷനായി കൊണ്ടുവരികയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്തിനു നടത്തി എന്നുള്ള ചോദ്യത്തിന് ദേശീയ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. ഇവിടെ സാമുദായിക സന്തുലനം ഒക്കെ നോക്കുകയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നത്. അതേസമയം ഇത്രയും നാൾ പാർട്ടിയിൽ നിന്നിട്ടും ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് KM അഭിജിത്തിന് ഇവിടെ ഗുണമായി വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ആരായിരിക്കും വരുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ചകൾ വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇപ്പോൾ കണ്ടതിനെക്കാട്ടിയും വലിയൊരു പോരെന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകും. ഇതിനിടയിലാണ് എന്തായാലും സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പായി അക്കാര്യം നേതാക്കൾ അറിയിച്ചതിനെയും കൂടി തുടർന്നാണ് ഇപ്പോൾ രാഹുൽ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം എക്സിറ്റ് ആകുന്നത്. പാർട്ടി അംഗമല്ലാത്ത ഒരാൾ പാർട്ടി ഗ്രൂപ്പുകളിൽ തുടരുന്നത് ശരിയല്ല എന്ന് രാഹുലിന് അക്കാര്യത്തിലെങ്കിലും സ്വയം ബോധ്യം വന്നിട്ടുണ്ടാകണം. അതുകൊണ്ടുകൂടിയാണ് ഈ രാത്രി തന്നെ അദ്ദേഹം എല്ലാ ഗ്രൂപ്പുകളിൽ നിന്ന്, അതായത് സസ്പെൻഷൻ വാർത്ത അദ്ദേഹത്തെ അറിയിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഇറങ്ങുന്നത്.